ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്ന് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. ചേട്ടനൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട് ഇന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കമ്പനിയിലേക്ക് വാ, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കുക. കുറച്ച് ദൂരം കേട്ടോ, നമ്മുടെ ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റോളം വേണം നമുക്ക് കമ്പനിയിൽ എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പയ്യനെ അങ്ങ് നടക്കുക. ദൂരെ കാണുന്ന ഒരു റെഡ് കണ്ടോ, ആ റെഡ് കളറാണ്, ആ റെഡ് കളറിലായിട്ടുള്ളതാണ് നമ്മുടെ ചേട്ടൻ്റെ കമ്പനി. ഞങ്ങൾ അവിടെ വരെ അങ്ങ് നടന്നു. ഏവനെ അസമ്മതിക്കണ്ട, പാവം കുറേ നേരം എൻ്റെ കൂടെ അങ്ങ് നടന്നു കേട്ടോ. ആളാകെ വിഷമിച്ച്, പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ പയ്യനെ അങ്ങ് നടന്നു. അപ്പോൾ നടന്നെത്തിയപ്പോൾ തന്നെ അവിടെ ചേട്ടനും എൻ്റെ അനിയനൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഡാഡിനെ കണ്ടപ്പോൾ തന്നെ ഏവോ ഡാഡിൻ്റെ അടുത്തേക്കായി, പിന്നെ അവരുടെ ലോകമായി. ഈ കാണുന്ന കണ്ടോ, ഈ ഞങ്ങളുടെ ചേട്ടൻ്റെ കമ്പനിയുടെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ഒരു മാളുള്ളത്. ഇതിൻ്റെ പേര് ചൈന മാൾ എന്നാണ്. വലിയ മാളാണ്. ഇതിൻ്റെ അകത്ത് ഇല്ലാത്തതായിട്ട് ഒരു സാധനമില്ല, എല്ലാ സാധനവും കിട്ടും ഇവിടെ നിന്ന്. വലുതാണ്, നോക്കിക്കേ, അങ്ങ് അറ്റം വരെ ഉണ്ട് ഇത്. നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ടാക്സി വിളിച്ചു കേട്ടോ. അപ്പോൾ ചേട്ടൻ എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് പോകാനുള്ളത് തുമ്പൈ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ അതൊരു 20 മിനിറ്റോളം നമുക്ക് പോകാനുണ്ട്. എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ? ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റൽ. ഇതൊരു വലിയ ഹോസ്പിറ്റലാണ്. ഇവർ സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഫിസിയോതെറാപ്പി സെക്ഷനാണ്, പിന്നെ വരുന്നത് യൂണിവേഴ്സിറ്റിയാണ്, അടുത്തത് വരുന്നത് ഡെൻ്റലാണ്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ മെയിൻ ഹോസ്പിറ്റൽ. അവിടെയാണ് എമർജൻസി സെക്ഷനൊക്കെ വരുന്നത്. എൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കേ, എന്ത് രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപാരം അല്ലേ? നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലുള്ള ഫ്ലവേഴ്സാണ്. ഇതുപോലെ തന്നെ വേറെ കളേഴ്സിലുള്ള ഫ്ലവേഴ്സും ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. നോക്കിക്കേ, എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ടല്ലേ. നൈറ്റായിട്ടും അതിന് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. കൊള്ളാം അല്ലേ? ഇതാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഉൾവശം. കാണാൻ നല്ല ഭംഗിയില്ലേ? സത്യം പറഞ്ഞാൽ ഒരു ഷോപ്പിംഗ് മാളൊക്കെ പോലത്തെ ഒരു ഫീലാണ് വരുന്നത്. ഹോസ്പിറ്റലാണെന്ന് പറയത്തേ ഇല്ല. ഇതാണ് ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. കണ്ട എന്ത് വലിയ ഹോസ്പിറ്റലാണെന്ന്. ചേട്ടനപ്പോൾ സ്കാനിങ്ങിന് വേണ്ടി പോയിരിക്കുക. ആ സമയം കൊണ്ട് ഞങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് ഇവിടേക്കൊന്ന് നടന്ന് കണ്ടു. നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഡ്രോയിങ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ശരിക്കും ഒരു ഹോസ്പിറ്റലാണെന്നുള്ളൊരു ഫീലിങ്സ് ഒന്നും നമുക്ക് വരുന്നൊന്നുമില്ല. വരുന്ന ആൾക്കാരെയൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും തന്നെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്.
പിള്ളേർക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഡ്രോയിങ്സാണ് ഇവരിവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു സെക്ഷൻ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഫുഡ് കോർട്ടും ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ എപ്പോഴും ഏവുവിന് ഫോട്ടോ എടുക്കണം, കണ്ട പോസ് ചെയ്യുന്നത്. ഇവിടുത്തെ റെസ്റ്റ് റൂം ആണെങ്കിൽ തന്നെ ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ചേട്ടൻ്റെ സ്കാനിങ് കഴിഞ്ഞു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഡാരിൻ്റെ കമ്പനി അക്കോമഡേഷനിൽ കൊണ്ട് ആക്കി കൊടുത്തു. അവൻ്റെ ഫ്രണ്ട്സ് അവനെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് അവൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചോളാം, അവന്മാർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവനെ ഫോഴ്സ് ചെയ്തില്ല. അപ്പോൾ ദാണ്ട അവന് ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് വിടുകയാണ്. പിന്നെ നമ്മൾ നേരെ പോയത് റെഡ് ചില്ലി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലേക്കാണ്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നടന്ന് പോയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ കയറിയത്. അപ്പോൾ നേരെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.